നമ്മൾ നേരെ പോകുന്നത് കൊളംബിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ച സ്വിറ്റ്സർലാൻഡും ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയിരിക്കുകയാണ്. 2 താരങ്ങൾ പെനാൽറ്റി പാഴാക്കിയതാണ് കൊളംബിയയ്ക്ക് തിരിച്ചടിയായത്. ഇപ്പോൾ വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് അസർ ബിൻ അസീസ് ചേരുന്നു. ഒരുപക്ഷെ അസർ, കൊളംബിയ ആയിരുന്നു സാധ്യതകൾ മുന്നിലുണ്ടായിരുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ അവർ പോർച്ചുഗലിനെതിരെ ഗ്രൂപ്പ് ഘട്ടത്തിലൊക്കെ അവർ കളിച്ച കളിയൊക്കെ കണ്ടപ്പോൾ പ്രതീക്ഷിച്ചത് അനായാസം സ്വിറ്റ്സർലാൻഡിനെ അടിച്ചിടുമെന്നാണ്. പക്ഷേ അതുണ്ടായില്ല. ഗോൾ രഹിത സമനില, നിശ്ചിത സമയത്ത്, അധിക സമയത്ത്, ഏറ്റവും ഒടുവിൽ പെനാൽറ്റി പാഴാക്കി അങ്ങനെ കൊളംബിയ പുറത്തേക്ക് പോകുന്നു. പ്രതീക്ഷകളെയെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ടുള്ള പല കാര്യങ്ങളുമാണ് ഈ ലോകകപ്പിൽ നടക്കുന്നത്. അതിൽ തന്നെ പല ചരിത്രങ്ങളും ഇതിനോടകം പിറന്നു കഴിഞ്ഞു. അങ്ങനെ 72 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ സ്വിറ്റ്സർലൻഡ് ഒരിക്കൽ കൂടി ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ്. പെനാൽറ്റി ഷൂട്ടൌട്ട് വരെ നീണ്ട മത്സരത്തിൽ 4-3 എന്ന ഒരു സ്കോറിന് വിജയിച്ചാണ് സ്വിറ്റ്സർലാൻഡിൻ്റെ ക്വാർട്ടർ ഫൈനൽ പ്രവേശനം. മത്സരം എടുത്ത് പരിശോധിച്ചാൽ ഇരു ടീമുകളും പന്തടക്കത്തിലും പാസിങ്ങുകളിലും അറ്റാക്കിങ്ങുകളിലും ഓൺ ടാർഗറ്റ് ഷോട്ടുകളിലുമെല്ലാം മുന്നിട്ട് നിന്നെങ്കിലും നിശ്ചിത സമയത്തും മത്സരത്തിൻ്റെ അധിക സമയത്തും ഗോളുകളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് പെനാൽറ്റിയിലേക്ക് പോകുന്നത്. കൊളംബിയയുടെ 2 താരങ്ങൾക്ക്, സാഞ്ചേഴ്സിനും ഹെർണാണ്ടസിനും കിക്കുകൾ പിഴയ്ക്കുന്നു. എന്നാൽ 4 കിക്കുകൾ കൃത്യമായി കൊളംബിയയുടെ വലയിലേക്ക് എത്തിക്കാൻ സ്വിറ്റ്സർലാൻഡ് താരങ്ങൾക്ക് പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ സാധിക്കുന്നു. അങ്ങനെ 1954 ശേഷം ഒരിക്കൽ കൂടി ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലേക്ക് സ്വിറ്റ്സർലാൻഡ് യോഗ്യത നേടുകയാണ്. അനിലെ, ഇതിലൊരു കാര്യം കൂടിയുണ്ട്. ഒരുപക്ഷെ ലോകകപ്പ് ചരിത്രത്തിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗോൾ പിറന്ന ഒരു മത്സരമായിരിക്കാം 1954 സ്വിറ്റ്സർലാൻഡ് ഓസ്ട്രേലിയ മത്സരം. ആ മത്സരത്തിൽ 7-നെതിരെ 5 ഗോളുകൾക്ക് പരാജയപ്പെട്ടാണ് അന്ന് സ്വിറ്റ്സർലാൻഡ് പുറത്താവുന്നത്. എന്തായാലും ഒരിക്കൽ കൂടി അപ്രതീക്ഷിതമായി ഈ ഒരു ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തുമ്പോൾ അവർക്ക് വിജയിച്ച് മുന്നേറാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അർജന്റീനയാണ് എതിരാളികൾ. അപ്പോൾ അർജന്റീനയാണ് സ്വിറ്റ്സർലാൻഡ് നേരിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ക്വാർട്ടർ ഫൈനൽ ലൈനപ്പ് അത് ഉറപ്പായി കഴിഞ്ഞു. അവസാന 8ന്റെ പണിയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കും എന്നുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.